ഡാറ്റാ സെക്യൂരിറ്റി. നമ്മുടെ ഡാറ്റാ സെക്യൂരിറ്റി, നമ്മുടെ പ്രൈവസി പ്രൈവസി ഇൻഫോർമേഷൻ ഡാറ്റ, അത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്ന് നിങ്ങൾ പാർട്ട് ടൈം ജോലിയോ പെർമനൻറ്റ് ജോലിയോ ടെമ്പററി ജോലിയോ എന്ത് ജോലി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു റെസ്യൂമേ ഉണ്ടാക്കും. റെസ്യൂമേ അല്ലെങ്കിൽ CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റെ. ഈ സാധനം ഉണ്ടാക്കിയിട്ടാണ്, ഈ റെസ്യൂമേ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പാർട്ട് ടൈം ജോലി അന്വേഷിക്കുകയാണ്, കടയിൽ അന്വേഷിക്കുകയാണ്. നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കും, നിങ്ങൾ ആളെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഉണ്ടെന്ന് പറയും, ഇല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ പറയും, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എൻ്റെ റെസ്യൂമേ ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു, മാനേജർക്ക് പാസ് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് റെസ്യൂം ഡ്രോപ്പിംഗ്. അപ്പോൾ ഈ റെസ്യൂം ഡ്രോപ്പിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആ റെസ്യൂമേൽ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് പാർട്ട് ടൈം ജോലിക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യണേ. അപ്പോൾ ഇത് അവിടെയുള്ളവർ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ റെസ്യൂമേയിൽ നാട്ടിൽ റെസ്യൂമേയിൽ വയ്ക്കുന്ന പോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കാൻ പാടില്ല, നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വയ്ക്കാൻ പാടില്ല, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് വയ്ക്കാം, പക്ഷേ അഡ്രസ്സ് പിൻ പോയിൻ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അഡ്രസ്സ് ഇവിടെ പലപ്പോഴും മാറും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ആദ്യം പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒരു കാരണവശാലും ഓസ്ട്രേലിയൻ റെസ്യൂമേയിൽ വയ്ക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളിത് ഡ്രോപ്പ് ഓഫ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇമെയിലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരുവിധം എല്ലാ ലോഗിൻ അല്ലെങ്കിൽ ഒരുവിധം എല്ലാം റീസെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ അഡ്രസ്സ്. അപ്പോൾ നിങ്ങളുടെ ഈ ഡാറ്റ, ഈ പറഞ്ഞ ഡാറ്റ ഹൈലി സെക്യൂർഡ് ഡാറ്റയാണ്. ഈ ഡാറ്റ നിങ്ങളിത് തോന്നിയ പോലെ അവിടെ എവിടെയും കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്ന് റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വിറ്റെ ഉണ്ടാക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വയ്ക്കരുത്, പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് വയ്ക്കരുത്, പിന്നെ അഡ്രസ്സ് വെച്ചോ സ്ട്രീറ്റ് വേറെ വെച്ചോ പിൻ പോയിൻ്റ് ചെയ്ത് ഹൗസ് നമ്പർ വയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങളുടെ റെസ്യൂമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളവർ ജോലിക്ക് വിളിക്കും. ജോലിക്ക് വിളിച്ചതിന് ശേഷം അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അവരുടെ സിസ്റ്റത്തിലേക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ HR-ന് നേരിട്ട് കൊടുക്കാവുന്നതാണ്. അതിനു മുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾ ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോൾ റിസപ്ഷനിലോ അല്ലെങ്കിൽ ആൾക്കാർ ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വയ്ക്കാണ്ടിരിക്കാനൊന്ന് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വന്ന് പാർട്ട് ടൈം ജോലി തപ്പോഴോ പെർമനൻറ്റ് ജോലി തപ്പോഴോ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഡാറ്റ സേഫായിട്ടിരിക്കാൻ അവരെ ഇത് സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.